എങ്ങനെയുണ്ട്? നമ്മുടെ മെയിൻ ഷെഫാണ്, നമ്മുടെ ക്ലാസിക് ഇവന്റ്സിന്റെ സ്വന്തം ഈപ്പൻ വർഗീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. അടുത്ത ഈപ്പന്റെ ചേട്ടൻ തോമസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ടൊമാറ്റോ റൈസ്? അടിപൊളി അടിപൊളി. ഞാൻ തമിഴ്നാട്ടിൽ ഭംഗിയായി. എനിക്ക് വയ്യ. ജോബിട്ടും ഇഷ്ടപ്പെട്ടു. ജെന്യൂൻ റിവ്യൂ കിട്ടി. Just break my heart. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ റൈസ് ആണ്. വളരെ ഈസിയും അടിപൊളി ടേസ്റ്റുമാണ് ടൊമാറ്റോ റൈസിന് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കർ ഫ്ലെയിമിൽ വെച്ച് ഒരു സിമ്മിലിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കല് ടേസ്റ്റ് മാറിപ്പോവേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു അല്പം നെയ്യും ചേർത്ത് ചൂടായതിനു ശേഷം നമ്മുടെ ഏലക്ക, കറുവ, പട്ട, ഗ്രാമ്പു, കപ്പലണ്ടി പരിപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് ജസ്റ്റ് കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയുണ്ട്, സബോളയുണ്ട്, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇട്ടിരിക്കുന്ന ഇല എന്താണെന്ന് ചോദിച്ചാൽ ആനച്ചോടി എന്ന് പറയാം. അതില്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ഇടുക നിങ്ങൾ. പിന്നെ ഉണ്ടല്ലോ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പും കൂടെ ചേർത്ത്, കരിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കുക. ഒന്ന് വഴണ്ട് വരുന്നിടം വരെ നിങ്ങളൊന്ന് വെയിറ്റ്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. അടുത്തത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന രണ്ട് പൊടികളേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇതെന്താണെന്നല്ലേ, നമ്മൾ 5 തക്കാളി മിക്സിയിൽ അരച്ച് എടുത്താണേ. തക്കാളി ചോറല്ലേ, അപ്പോൾ തക്കാളി ചേർക്കണ്ടേ. അപ്പം തക്കാളി അരച്ചെടുത്തതാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം സിമ്മിലിട്ടിട്ട് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴുകി വാരി നല്ല വെള്ളമൊക്കെ ഊർന്നു പോയ ജീരകശാല റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ റേഷ്യോ കേട്ടോ. 1 കപ്പ് അരി ഇട്ടാൽ നമുക്കൊരു 4 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള റൈസ് കിട്ടുവേ. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരി ആ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിൽ ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്തതേ. ആ സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കിയെടുത്താലോ. Just break my heart.
അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്രഷറൊക്കെ അതിൽ നിന്ന് പോയതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് തുറന്നു നോക്കി. അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.